കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയകളിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എസ്പെഷ്യലി ഇത് കുറേ ദിവസങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ, രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് വന്നത് മുതൽ, അത് കഴിഞ്ഞ് പാലക്കാട് MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് മുതൽ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സൈബർ വേട്ടയാണ്, സൈബർ ആക്രമണമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങളിപ്പോൾ കാണുന്ന രീതിയിലുള്ള ചിത്രങ്ങളൊക്കെ AI നിർമ്മിതമായി ഉണ്ടാക്കിക്കൊണ്ട് വലിയ പ്രചരണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സോഷ്യൽ മീഡിയകളിൽ നിറക്കുകയാണ് ഈ പറയുന്ന സൈബർ അടിമകൾ, അന്തം കമ്മി അടിമകൾ, ഈ പറയുന്ന പിണറായി വിജയന്റെ തീട്ടം തിന്നുന്ന നാറികൾ, ക്രിമിനൽ സംഘങ്ങൾ എന്നുള്ളത്. നിങ്ങൾ കഴിഞ്ഞ ദിവസം പാലക്കാട് നിയോജക മണ്ഡലത്തില് സ്മൈൽ ഭവന പദ്ധതിയുടെ 8ാമത്തെ വീടിന്റെ തറക്കല്ലിടാൻ വേണ്ടി തൻവീറാം, സിനിമ നടി, നായിക, അതുപോലെ ഈ പറയുന്ന തൻവീറാം പാലക്കാട് എത്തുകയും ആ പരിപാടിയിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിന്റെ നിരവധി വിഷ്വലുകൾ, ഇതിന്റെ നിരവധി ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് പല മീഡിയകൾ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്, അല്ലേ? ഈ പറയുന്ന തൻവീറാം വരുന്ന ആ പരിപാടിയുടെ ഒരു വീഡിയോ രാഹുൽ മാങ്കൂട്ടം തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന രീതിയിലുള്ള ഒരു ദൃശ്യമോ ഒരു ചിത്രമോ ഒന്നും നിങ്ങൾക്ക് ഈ ഓൺലൈൻ മാധ്യമങ്ങളിൽ നിന്നോ രാഹുൽ പങ്കുവച്ച വീഡിയോയിൽ നിന്നോ ഒന്നും നിങ്ങൾക്ക് എവിടെയും കാണാൻ കഴിയില്ല. പക്ഷേ ഞാനിപ്പോൾ ഇതൊരു സാമ്പിൾ മാത്രമാണ് നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചത്, ഒരു എക്സാമ്പിൾ മാത്രം. ഇങ്ങനെ പലതരത്തിൽ രാഹുലിനെ ചേർത്തും ഈ തൻവീറാമിനെ ചേർത്തും പല വീഡിയോകൾ, പല ദൃശ്യങ്ങൾ, പല AI നിർമ്മിത ചിത്രങ്ങൾ നിർമ്മിച്ചുകൊണ്ട് പല കേട്ടാലറക്കുന്ന തെറികളും ചേർത്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ സൈബർ ഹാൻഡിലുകൾ, ഈ പറയുന്ന സൈബർ അടിമകൾ ഈ ചിത്രങ്ങളൊക്കെ പങ്കുവെക്കുന്നത്. ഈ AI നിർമ്മിത ചിത്രങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് എന്താ പറയേണ്ടത്, വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ രാഹുലിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതിന് ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ. രാഹുലിന്റെ മുന്നിൽ ഈ പറയുന്ന അന്തം കമ്മി അടിമകളുടെ അവരുടെ ഒരു വെല്ലുവിളികളും അവരുടെ ഒരു അവകാശവാദങ്ങളും അവരുടെ ഒരു ഭീഷണികളും ഒന്നും രാഹുലിന്റെ മുന്നിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. രാഹുലിന് മുന്നിൽ അമ്പെ പരാജയപ്പെട്ടു പോയ അടിമകൾ ഇപ്പോ അധിക്ഷേപങ്ങളിലേക്കും ഈ തെറിവിളികളിലേക്കും അതോടൊപ്പം തന്നെ ഈ പറയുന്ന തൻവിയെയും ചേർത്ത് വെച്ചുകൊണ്ട് രാഹുലിനോ ഒപ്പം തൻവിയെയും കൂടി വലിയ രീതിയിൽ അധിക്ഷേപിക്കുന്ന ഘട്ടങ്ങളിലേക്ക് സൈബർ അടിമകൾ കടന്നു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അതിലിപ്പോ നമുക്ക് വലിയ അത്ഭുതങ്ങളൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ആ കാര്യത്തിൽ വലിയ അത്ഭുതമൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് പറയുന്നത് ഇവറ്റകളുടെ ശീലം ഇത് ഇങ്ങനെയാണ്. ഇതിപ്പോ രാഹുലിനെതിരെ മാത്രമൊന്നുമല്ല, കാലാകാലങ്ങളായിട്ട് ഈ പറയുന്ന സൈബർ അടിമകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അധിക്ഷേപങ്ങളും തെറിവിളികളും മാത്രമാണ്. കാരണം എല്ലായിടത്തും പരാജയപ്പെടുമ്പോ, ഒന്നും നേടാൻ കഴിയാതെ വരുമ്പോ, എല്ലായിടത്തും തോറ്റു തുന്നം പാറുമ്പോ ഇവർ സാധാരണഗതിയിൽ നടത്തുന്നത് ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളാണ്. അതിനപ്പുറം തെറിവിളികൾ മാത്രമാണ്. ഈ ഭരണിപ്പാട്ട് പാടാൻ മാത്രം കഴിവുള്ള ആളുകളായിട്ട് സൈബർ അടിമകൾ മാറുകയാണ്. പക്ഷെ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത് എന്ന് ചോദിച്ചാൽ, ഇതിൽ നിന്ന് ഒരൊറ്റ കാര്യം മാത്രമേ മനസ്സിലാകുന്നുള്ളൂ. രാഹുലിന്റെ ഒരു രോമത്തിൽ സ്പർശിക്കാൻ പോലും ഇവർക്കാർക്കും സാധിച്ചില്ല. അതിന്റെ ഒരു അസ്വസ്ഥത, അതിന്റെ ഒരു രോഷം, അതിന്റെ ഒരു ഈ ആകുലത, അതൊക്കെയാണ് ഇവർ കാണിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു, കഴിഞ്ഞ ദിവസം മാസങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് നിന്നുള്ള ഇവരുടെ ഒരു നേതാവ്, ആ നേതാവിനെതിരെ സൈബർ ആക്രമണങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് മൂക്കൊലിപ്പിച്ച് കണ്ണീരൊലിപ്പിച്ച് കാല് പിടിച്ച് നക്കി ഒക്കെ നടന്നിരുന്ന ഈ സൈബർ അടിമകൾ ഇന്ന് രാഹുലിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ പറയുന്ന തൻവിയെയും അധിക്ഷേപിക്കുകയാണ്. രാഹുൽ ക്ഷണിച്ച ഒരു പരിപാടിയിൽ, ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തതിന്റെ പേരിൽ AI നിർമ്മിത വ്യാജ വീഡിയോകളൊക്കെ, വിഷ്വലുകളൊക്കെ നിർമ്മിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളും തെറിവിളികളും നടത്തുന്നത് രാഹുലിനെതിരെ മാത്രമല്ല, രാഹുലുമായി ആരെങ്കിലും ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ അത് സ്ത്രീയാണെങ്കിലും അവിടെ സ്ത്രീ സുരക്ഷയില്ല, സ്ത്രീകളുടെ അന്തസ്സില്ല, അവരുടെ ഈ പറയുന്ന സംരക്ഷണമില്ല, അവരുടെ അവകാശങ്ങളില്ല, ഒന്നുമില്ല.
പക്ഷേ അത് നേരെ മറിച്ച് ഇവരുടെ ആരെങ്കിലും കൂട്ടത്തിൽപ്പെടുന്ന ആരെങ്കിലും ആണെങ്കിൽ അപ്പോ സ്ത്രീ സുരക്ഷയാണ്, സ്ത്രീകളുടെ അന്തസ്സാണ്, അവരുടെ ആത്മാഭിമാനമാണ്, സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങളാണ്, സ്ത്രീകളെ അധിക്ഷേപിക്കലാണ്, ഒക്കെയാണ്. ഇനി അത് വാസ്തവമാണ് വിളിച്ചു പറയുന്നതെങ്കിൽ പോലും അത് ആ വാസ്തവം ജനങ്ങളുടെ മുന്നിൽ എത്താതിരിക്കാൻ വേണ്ടി അത് അധിക്ഷേപങ്ങളാണെന്ന രീതിയിൽ ഇരുന്ന് മോങ്ങുകയും കരയുകയും ചെയ്യുന്ന അടിമകളെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പുറത്ത് സ്ത്രീയെ ചേർത്ത് നിർത്തിക്കൊണ്ട് സ്ത്രീകൾക്കെതിരെ അധിക്ഷേപങ്ങൾ, വ്യാജമായ കാര്യങ്ങൾ പടച്ചു വിടുന്നതിലും ഈ അടിമകൾ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോ ഈ പറയുന്ന അടിമകളുടെ കുരുപൊട്ടല്, ഈ പറയുന്ന അടിമകളുടെ കരച്ചില് അത് നമുക്ക് മനസ്സിലാവും. കാരണം ഇവര് എന്തൊക്കെ രീതിയിലുള്ള ആരോപണങ്ങളും വിവാദങ്ങളും ചർച്ചകളും മാധ്യമ വിചാരണകളും ഒക്കെ നടത്തിയിട്ടും രാഹുലിന് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിച്ചാല് ഒരു ചുക്കും സംഭവിച്ചില്ല എന്നുള്ളതാണ് പാലക്കാടൻ ജനത മനസ്സിലാക്കി തരുന്നത്. അവിടെ നിന്ന് പുറത്തു വരുന്ന ദൃശ്യങ്ങള്, അവിടെ നിന്ന് പുറത്തു വരുന്ന വാർത്തകള്, അവിടെ നിന്ന് പുറത്തു വരുന്ന ഓരോ അനുദിനം ഓരോ സെക്കൻഡിലും പുറത്തു വരുന്ന വാർത്തകള്, അത് പാലക്കാട്ട് രാഹുലിന് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിച്ചാൽ ഒന്നും സംഭവിച്ചില്ല. അപ്പോ കരച്ചിൽ സ്വാഭാവികമാണ്. അപ്പൊ കുരുപൊട്ടി ഒരിക്കലൊക്കെ സ്വാഭാവികമായിട്ടും നമ്മൾ കാണേണ്ടതാണ്. നമുക്കതില് വലിയ അത്ഭുതമില്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു വെച്ചു. പക്ഷേ ഇവരുടെ ഈ ഇരട്ടത്താപ്പ് നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്ക്. കാരണം ഇപ്പൊ രാഹുലിന്റെ കൂടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിന് രാഹുലിനുമായി ചേർത്ത് വെച്ചുകൊണ്ട് കേട്ടാലറക്കുന്ന തെറികളും ചേർത്ത് വെച്ചുകൊണ്ട് തെൻവിയെ ഇങ്ങനെ വേട്ടയാടുന്നുണ്ടെങ്കിൽ മാസങ്ങൾക്ക് മുമ്പാണ് ഈ എറണാകുളത്ത് നിന്നുള്ള വനിതാ നേതാവിനെതിരെ സൈബർ ആക്രമണം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് കരഞ്ഞത്. മനസ്സിലായില്ലേ? അന്ന് ഇവർക്ക് സ്ത്രീ സുരക്ഷ വേണം, സ്ത്രീകളുടെ ആത്മാഭിമാനം വേണം, അവരുടെ സംരക്ഷണം വേണം, അവർക്ക് സ്വാതന്ത്ര്യം വേണം, അവകാശങ്ങൾ വേണം, അങ്ങനെ പല ന്യായീകരണങ്ങൾ ഇവർക്ക് മുന്നിലുണ്ടായിരുന്നു. പക്ഷേ അത് നേരെ മറിച്ച് തെൻവി രാഹുലിന്റെ കൂടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അവിടെ സുരക്ഷകൾ വേണ്ട, ഒന്നും വേണ്ട, അവകാശങ്ങളില്ല, ഈ പറയുന്ന സ്ത്രീ സ്വാതന്ത്ര്യമില്ല, ഒന്നുമില്ല. കെട്ടാലറക്കുന്ന തെറിവിളികളുമായിട്ട് ഈ പറയുന്ന സൈബർ ഇടങ്ങളിൽ നിരങ്ങുന്ന അന്തംഗമ്മി അടിമകൾ പലതും മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നിങ്ങളുടെ ഈ കുരുപൊട്ടലുകളും നിങ്ങളുടെ ഈ കരച്ചിലുകളൊക്കെ ഉടലെടുക്കുന്നത് അത് രാഹുലിന്റെ രോമത്തിൽ നിങ്ങൾക്ക് തൊടാൻ കഴിഞ്ഞില്ല എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകുമ്പോഴാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളുമായി ഇറങ്ങി പുറപ്പെടേണ്ടി വരേണ്ടത്. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ നിങ്ങൾ രാഹുലിനെ തടയണം. മനസ്സിലായില്ലേ? ആരോപണ വിധേയനെ എവിടെയും തൊടാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് നിങ്ങളുടെ നിലപാടെങ്കിൽ നിങ്ങൾ രാഹുലിനെ തടയണം. അയാളെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ നിങ്ങൾ സമ്മതിക്കരുത്. അയാളെ നിങ്ങൾ തടയണം. അയാളുടെ ഈ പറയുന്ന യാത്രകളെ തടയണം. അയാൾക്ക് മുന്നിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കണം, പ്രതിഷേധങ്ങൾ ഉണ്ടാക്കണം, ഇതൊക്കെ ഉണ്ടാക്കണം. ഇതിനൊന്നും സാധിക്കാത്ത നിങ്ങൾ ഈ സൈബർ ഇടങ്ങളിൽ തെറി വിളിക്കുന്നത് അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മാത്രം മനസ്സിലാകുന്നില്ല. മനസ്സിലായില്ലേ? ആണത്വമുണ്ടെങ്കിൽ കുണ്ടിയിൽ തീട്ടമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? രാഹുൽ പരിപാടിക്ക് പങ്കെടുക്കുന്ന പരിപാടി അത് അവിടെ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ട് അയാളെ തടയാനും ആ പരിപാടി നടത്തിക്കാൻ അനുവദിക്കാതിരിക്കുകയുമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിനപ്പുറം സൈബർ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് രാഹുലുമായി ചേർന്ന് നിൽക്കുന്നവരെയും രാഹുലിന്റെ വേദികളിൽ വേദി പങ്കിടുന്നവരെയും ഒക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇത്തരത്തിൽ വ്യാജ ദൃശ്യങ്ങളും ഫോട്ടോകളും ചിത്രങ്ങളും ഒക്കെ നിർമ്മിച്ചുകൊണ്ട് അതിനിടയിൽ തെറികൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അത് ആണത്തമുള്ളവന് ചേർന്നതല്ല, അത് മാന്യമായ രീതികളുമല്ല. അപ്പോ ഈ കരച്ചിലുകളൊക്കെ തുടരട്ടെ. രാഹുൽ മാങ്കൂട്ടത്തില് പാലക്കാട് സജീവമായ ഇടപെടലുകൾ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ നിൽക്കുന്ന നിങ്ങളുടെ കാലിനടിയിലെ മണ്ണ് പോലും മാന്തി എടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും രാഷ്ട്രീയ കരുനീക്കങ്ങളും രാഹുൽ നടത്തുന്നുണ്ട്. അതൊക്കെ നോക്കാൻ നിങ്ങൾക്ക് സമയമില്ലെന്നറിയാം. നിങ്ങൾ അതൊന്നും കാണുകയും വേണ്ട. നിങ്ങൾ നിരന്തരമായ അധിക്ഷേപങ്ങളും തെറിവിളികളുമായി മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുക. കാരണം ഈ പറയുന്ന തെറിവിളികൾ കൊണ്ടും ഈ പറയുന്ന അധിക്ഷേപങ്ങൾ കൊണ്ടും നിങ്ങളുടെ ഈ പ്രചരണങ്ങൾ കൊണ്ടും ഒന്നും രാഹുലിന്റെ രോമത്തിൽ തൊടാൻ നിങ്ങൾക്ക് കഴിയില്ല. അതിനുള്ള തെളിവ് എന്ന് പറയുന്നത് പാലക്കാട്ടെ ജനതയാണ്, അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളാണ്. അത് നിങ്ങളെല്ലാവരും കണ്ണിറയെ കാണുന്നുമുണ്ട്. അതൊക്കെ കാണുമ്പോഴാണ് നിങ്ങളുടെ ഈ കുരുപൊട്ടലുകളും ഈ മൂക്കൊലിപ്പിക്കലും ഒക്കെ നടക്കുന്നത് എന്നുള്ളത്. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം.